അധികം മെനക്കെടൊന്നും ചെയ്യാതെ സിമ്പിളായിട്ട് എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ. നമ്മുടെ ചാനലിൽ ഒരുപാട് മുമ്പ് ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മയണൈസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ മയണൈസ് കാണിക്കുന്നത്. ഒരു കോഴിമുട്ട, അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. സാധാരണ മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു പഞ്ചസാരയും ചേർക്കാറുണ്ട്. ഇന്നത് ചേർത്തിട്ടില്ല, കാരണം ഈ ഒരു സ്നാക്കിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറച്ചായിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിനൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇതേ എണ്ണയൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് അളവൊന്നും പറയുന്നില്ല കേട്ടോ. മുട്ടൻ്റെ അളവിനനുസരിച്ച് എണ്ണ ഇച്ചിരി വ്യത്യാസം വരും. ഇത് ഒരുപാട് തിക്കും ആവാൻ പാടില്ല, ഒരുപാട് ലൂസ് ആവാൻ പാടില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മയണൈസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം 2 ടേബിൾ സ്പൂൺ വെച്ചെടുക്കുക. കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, കുറച്ച് സവാള, കുറച്ച് പച്ചമുളക്, പിന്നെ അതേപോലെ തന്നെ ഒരു 2-3 പീസ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിന് അങ്ങനെ കറക്റ്റ് കണക്കില്ല, കാരണം നമ്മുടെ മയണൈസിൻ്റെ തിക്നെസ്സിനനുസരിച്ച് ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 6 ബ്രെഡോളം എടുക്കുന്നുണ്ട്. അത് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഈ മസാലയിൽ ഒന്ന് തിരുമ്മിയെടുക്കുക. അപ്പോഴേക്കും ബ്രെഡ് നന്നായിട്ട് കുതിർന്ന് നമുക്കൊരു എന്താ പറയുക ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിലായി കിട്ടണം. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ 1-2 ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. ഇതിനെ മയണൈസ് ബോൾസെന്നോ ഷവർമ ബോൾസെന്നോ ഒക്കെ വിളിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്കിത് ബ്രെഡിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ടയിൽ പൊതിയേണ്ട ആവശ്യമൊന്നുമില്ല, ബ്രെഡിൽ നന്നായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളിലുള്ളത് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. വെജിറ്റബിൾസൊക്കെ അത്രേ വേവേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസ് കുറച്ചൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കത് ഡിപ്പ് ചെയ്ത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊട്ടും തന്നെ എണ്ണ കുടിക്കില്ല, പെട്ടെന്ന് എണ്ണ വാർന്ന് പോയിട്ട് അത് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കാരൊക്കെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.